നമസ്കാരം. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഏതൊരു സാഹചര്യത്തിലോ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് പാരകളായി വരുന്ന ആളുകൾ. അത് ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നിടത്താവാം, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്താവാം, മറ്റുള്ള സ്ഥലങ്ങളിലാവാം. അവരെക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. എന്ത് കാര്യത്തിലും അവരാണ് തടസ്സം നിൽക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താലും, എത്ര നല്ല ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് നീങ്ങിയാലും അതൊന്നും ആ വിചാരിച്ച രീതിയിൽ എത്തിപ്പെടില്ല. അതിനൊക്കെ ആ ശത്രുക്കൾ നമുക്ക് പാരവെച്ചുകൊണ്ട് അതിനൊക്കെ നേരെ വിപരീത ഫലമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അവരുടെ യാതൊരുവിധ ശല്യം മേലിൽ നമുക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത്. നിങ്ങളത് തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പേപ്പർ എടുത്ത് ചുവപ്പ് മഷി കൊണ്ട് ആരാണോ നിങ്ങൾക്ക് ഒരു എതിരായി ശത്രുവായി നിൽക്കുന്നത് ആ വ്യക്തികളുടെ പേരെഴുതുക. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവരുടെ പേരെഴുതാം. ആ പേരെഴുതിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതിലേക്ക് ഒരു 3 ആണി, ചെറിയ മുള്ളാണി, ചെറിയ ആണി, അത് 3 ഇടുക. കുറച്ച് ഭസ്മവും ഇടുക അതിലേക്ക്. എന്നിട്ട് ആ പേപ്പർ മടക്കി നിങ്ങളത് കുഴിച്ചിടണം. കുഴിച്ചിടുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എവിടെയും കുഴിച്ചിടാൻ പ്രത്യേകിച്ച് സ്ഥലമില്ല എന്ന് വെച്ച് നിങ്ങൾ വീട്ടിൽ തന്നെ കുഴിച്ചിടണം അങ്ങനെയില്ല. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും അത് കുഴിച്ചിടാം. അത് കുഴിച്ചിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെടുത്ത് കുഴിച്ചിടാൻ പോകുമ്പോഴും തിരിച്ച് കുഴിച്ചിട്ട് നിങ്ങൾ എവിടെ നിന്നാണോ പുറപ്പെട്ട് അവിടെ തിരിച്ചെത്തുന്നവരെയും ഒന്നും സംസാരിക്കാതെ വേണം പോയി കുഴിച്ചിടാൻ. അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കൾ ആരാണോ ആ ശത്രുക്കളെ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് വീട്ടിലായാലും കുടുംബത്തിലായാലും ആരും നമുക്കെതിരെ നിൽക്കുന്നത് ആരായാലും ശരി, അവരെ കൊണ്ടുള്ള ശല്യം പിന്നീടുണ്ടാവില്ല. കാരണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മളാരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി. തിരിച്ച് നമ്മളെ ആരും ഉപദ്രവിക്കേണ്ട. നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങുക, നമുക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങുക. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കാനല്ല, നമുക്കുണ്ടാവുന്ന ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുക എന്ന് മാത്രം. അത്ര ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം മാനസികമായി നമ്മൾ നല്ല രീതിയിൽ നിന്നാലാണ് ജീവിതം മുന്നോട്ട് നല്ല പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും മനുഷ്യൻ കടന്നു പോകുന്നത്. ഒരു സമയം പോലും നമുക്ക് സത്യത്തിൽ ഇതേക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയിൽ പോകും. ഒരു കാര്യത്തിനും ശ്രദ്ധിക്കാനും പറ്റില്ല. കാരണം നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതെല്ലാം ഒരു വിപരീതമായിട്ടുള്ള ഒരു ഫലമായിരിക്കും നമുക്കതിനൊക്കെ കിട്ടുക. കാരണം അത് ഇങ്ങനെയുള്ള ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരെ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക, അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ താൽക്കാലികമായി ഉപദ്രവിക്കുന്ന ആരുണ്ടെങ്കിലും അവരുടെ ശല്യം നിങ്ങൾക്ക് മാറിക്കിട്ടുകയും ചെയ്യും. ഇനി ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വ്യക്തമായിട്ട് അറിയണം, അതല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് തടസ്സങ്ങൾ നീക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.